ഇന്ന് രാത്രി എന്താക്കുമെന്ന് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് എന്നാൽ ചോറ് വെക്കണ്ട ഗോതമ്പ് ദോശ ആക്കാമെന്ന്. അതിനുവേണ്ടി പാനും എടുത്ത് അടുക്കളയിലേക്ക് പോകുന്ന പോക്കാണ്. അങ്ങനെ മാവെല്ലാം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കി ഇതാക്കി വെച്ചു. അമ്മ കറിയാക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അമ്മ കറിയുടെ പുറകെ പോയി. അങ്ങനെ അമ്മ ഒരു മുട്ട എടുത്തിട്ട് ഒരു മുട്ടക്കറി പോലെ തട്ടിക്കൂട്ടി ഒരു കറിയും ആക്കി. ഞാൻ ഇന്ന് ദോശ ചുടാൻ വേണ്ടിയിട്ട് പാനെല്ലാം എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചട്ടുകമാണ് അന്വേഷിച്ചത്. എന്നാൽ പിന്നെ നമ്മുടെ ഈ പാനിലൊക്കെ ഉപയോഗിക്കുന്ന ചട്ടുകമില്ലേ, അത് തന്നെ യൂസ് ചെയ്യണം. മറ്റേതെങ്ങാനും ഉപയോഗിച്ചതെങ്ങാനും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാട് വീഴും, അങ്ങനെ ഇങ്ങനെ പറയും. പിന്നെ ഈ ഇട്ടിരിക്കുന്ന കുർത്തി ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്താണ്. 300 രൂപ അത്രയേ ഉള്ളൂ. അതിൻ്റെ പാൻറ്റും ഉണ്ട്. പിന്നെ ആ പാൻറ്റെല്ലാം ആയിട്ട് ഞാൻ വേറൊരു പാൻറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്നാൽ പിന്നെ ഇനി ഞാൻ ദോശ ചുടുന്നതിലേക്ക് പോയി ദോശ ചുട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിൻ്റെ കൂടെ ഒരു ഏത്തപ്പഴം കൂടെ മിക്സിക്കകത്തിട്ട് അരച്ചിട്ടാണ് ദോശ ചുട്ടത്. എന്നാൽ പിന്നെ അതിങ്ങനെ വേഗം കിട്ടും, ഒരു ടേസ്റ്റ് ഉണ്ടാവും, ഒരു മധുരം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ദോശ ചുട്ടു, എന്നാലത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലത് ശരിയാക്കി എടുത്തു. ദോശയാണ് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചത് കേട്ടോ. അങ്ങനെ ദോശയും ചുട്ട് ദോശയെല്ലാം റെഡിയാക്കി. അങ്ങനെ ദോശ റെഡിയായി. ദോശയും അമ്മയുടെ മുട്ടക്കറിയും കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചു. സൂപ്പർ ടേസ്റ്റ്.